ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു ചക്ക വരിക്കൽ വീഡിയോ ആണ്. ഇപ്പോൾ ചക്ക സീസണും മാങ്ങ സീസണൊക്കെ ആണല്ലോ. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ചക്ക ചിപ്സ് ആക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചക്ക പറിക്കാൻ പോയി. ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആവശ്യം ഒന്ന് മാത്രമാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒന്ന് പറിക്കാൻ നോക്കി. വീണപ്പോൾ 4-5 ഒരുമിച്ച് വീണു. പിന്നെ ഞങ്ങളതെല്ലാം വീട്ടിലേക്ക് കടത്തി. പിന്നീട് അങ്ങോട്ടൊരു യുദ്ധമായിരുന്നു. ചക്കയും കോടാലിയും അമ്മമ്മയും തമ്മിലുള്ള യുദ്ധം. കൊത്തി കൊത്തി 4 കഷ്ണമാക്കി. പിന്നെ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ചുള മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം കൊണ്ടുപോയി ചാടി. ഈ ചക്ക തിന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ ചക്ക ചിപ്സ് തിന്നുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്താണ് കിടിലം പരിപാടി, ചുമ്മാ അങ്ങ് തിന്നാൽ മതിയെന്ന്. പക്ഷെ ഇതാക്കാൻ കൂടിയപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. അത്രയും കഷ്ടപ്പാടാണ്. ഇത് ഒരേ രീതിക്ക് അരിഞ്ഞ് വെക്കണം, അല്ലെങ്കിൽ വറുക്കുമ്പോൾ ചിലത് കരിഞ്ഞു പോകും, ചിലത് വേവത്തില്ല, അങ്ങനെയൊക്കെ ആവും. അപ്പം അമ്മമ്മ അതൊക്കെ നന്നായിട്ട് ഒരേ രീതിക്ക്, അതായത് ഒരേ വലുപ്പത്തിലും ഒരേ നീളത്തിലും ഒരേ തടിയിലും മുറിച്ച് ഞങ്ങൾ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മുറിച്ച് വെച്ചു. പിന്നീട് വറുക്കേണ്ടത് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ലേശം ഉപ്പും ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ആദ്യം തന്നെ കയ്യിലിട്ട് ഇളക്കരുത്. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം കരിയാൻ പാടില്ലല്ലോ. അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കളറ് മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കോരിയെടുത്ത് അരിപ്പയിലിടുക. നല്ല സൂപ്പർ കറുമുറു ചക്ക ചിപ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഡബ്ബയിലൊക്കെ ഇട്ട് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും നിൽക്കും. അതുപോലെ ഒന്നും സംഭവിക്കാൻ പോണില്ല. നല്ല ടേസ്റ്റുമാണ്. അപ്പം ചക്കയുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.